എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ഹെർബൽ ഹെയർ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ഹെയർ ഓയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നമുക്ക് മുടി നന്നായിട്ട് നല്ല ലോങ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും തിക്കായിട്ടും കറുപ്പായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ ഹെയർ ഓയിലാണ്. അപ്പൊ മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിലല്ല, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഒന്നും നമുക്ക് ഇങ്ങനെ ഹെയർ പാക്സോ അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പൊ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, നമുക്കും ഇപ്പൊ നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ ഓയിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ ഒരു വീഡിയോ കാണുക, അതേപോലെ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും മുഴുവനായിട്ടുള്ള വീഡിയോ കാണാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം. അതിന് മുൻപായിട്ട് എണ്ണ കാച്ചാനായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് എണ്ണ കാച്ചാനായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ കറിവേപ്പിലയും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവാണ്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ നെല്ലിക്ക, നമ്മുടെ വലിയ നെല്ലിക്ക, പിന്നെ കൊയ്യാക്കട ഇല, പിന്നെ ഒരു വലിയ തണ്ട് അലോവേരയാണ് ഞാൻ ഇന്ന് എണ്ണ കാച്ചാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ ക്വാണ്ടിറ്റി കുറച്ചും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ചെമ്പരത്തി പൂവും അതേപോലെ തന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവും അതേപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ തന്നെ എണ്ണ കാച്ചുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങില്ല. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഒരിക്കലും വെള്ളം ഒഴിച്ച് നമ്മളിത് അടിച്ചെടുക്കരുത്, പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം തന്നെ നമ്മുടെ കറിവേപ്പില പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കാരണം തന്നെ ഒരു വലിയ മിക്സിയുടെ ജാർ എടുത്താൽ നന്നാവും. അപ്പോൾ കറി ലീഫ് ഇടാനായിട്ട് ഞാൻ ഒരു വലിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില മുഴുവനായിട്ട് അതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കാരണം തന്നെ നന്നായിട്ട് ഫൈനായിട്ട് അരിയൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു അതായത് ഇലമാതിരി കാണൂല, എന്നാൽ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പൊടിഞ്ഞ രീതിക്കായിരിക്കും നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേ രീതിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ബാക്കിയുള്ളത് ക്വാണ്ടിറ്റി കുറവായത് കാരണം തന്നെ നമുക്ക് തനിയായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് അടിക്കാം. പക്ഷേ ചെമ്പരത്തിയുടെ പൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കറി ലീഫ് ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അലോവേര ഇതിനകത്ത് ഇടണ്ട, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കറിവേപ്പില ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊയ്യാക്കട ഇലയും ആര്യവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ നെല്ലിക്കയും എല്ലാം പാടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അലോവേര സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ കൊപ്ര ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കാനിലാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു 2 ലിറ്ററോളം എണ്ണ കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം വരെ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ 2 ലിറ്ററോളം എണ്ണ കാച്ചിയെടുക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും കൂടി ഉള്ള എണ്ണയാണ് കേട്ടോ. അപ്പം ഞാൻ 2 ലിറ്ററോളം എണ്ണ എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് കാച്ചാനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് അടി പിടിക്കും. അത് കാരണം തന്നെ അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യാനുസരണം, ഇപ്പം ഞാൻ 2 ലിറ്റർ എടുത്തു എന്ന് വെച്ച് നിങ്ങളും അങ്ങനെ എടുക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്കും അതേപോലെ തന്നെ നമുക്ക് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ നമ്മൾ എടുത്താൽ മതി
മതി. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മുടെ എണ്ണ ചൂടാക്കി എടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി വരണം. ആ ഒരു ചൂടായി വരുന്ന സമയം മാത്രമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ വെച്ച പാടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ എണ്ണയിലോട്ട് ഇടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. എല്ലാം പാടെ ഒരുമിച്ച് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ടിട്ട് അങ്ങനെ തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ആദ്യം ചേർക്കാം. അലോവേര മാത്രം അവസാനം ചേർത്താൽ മതി. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് അടി പിടിക്കും. നമ്മളെല്ലാം പാടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ അത് അങ്ങനെ തെങ്ങി നിൽക്കും. അത് കാരണം തന്നെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ എണ്ണയിലോട്ട് ഇടുന്ന സമയത്തും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. നല്ലതുപോലെ നമ്മളെങ്ങനെ ഇളക്കി നമ്മുടെ എണ്ണ മുഴുവനായിട്ട്, അതായത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എണ്ണയിലോട്ട് മുങ്ങണം. ആ ഒരു രീതിക്ക് നമ്മൾ പതിയെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഒരുപാട് എണ്ണ, എനിക്ക് പാൻ കുറച്ച് ചെറുതായി പോയി, എണ്ണ കുറച്ച് കൂടുതലുമായി. അത് കാരണം തന്നെ ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ ഇത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ എണ്ണ തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഞാൻ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കാനേ പാടില്ല. ലോ ഫ്ലെയിമിൽ ചൂടാക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഈ ഒരു എണ്ണ കാച്ചിയതിൻ്റെ ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമ്മളിങ്ങനെ ചൂടാക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ ഈ ഒരു എണ്ണയിൽ കിടന്ന് ഇത് ചൂടാവുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണം നമ്മുടെ ഈ ഒരു ഓയിൽ വലിച്ചെടുത്തിട്ട് അതിൻ്റെ ചണ്ടി മാത്രമായിട്ട് മാറും. അപ്പം നല്ലതുപോലെ ക്ഷമയോട് കൂടിയിട്ട് നല്ലതുപോലെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം. അപ്പോൾ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കളറ് നല്ലതുപോലെ മാറിയിട്ട് നല്ല വാടിയ ആ ഒരു രീതിക്ക് ആയിട്ടുണ്ടാവും. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ തന്നെ നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ചണ്ടി ഉണ്ടല്ലോ ഇതിൻ്റെ, അതിലേക്ക് നമ്മുടെ എണ്ണ പറ്റിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റായി പോകും. അത് കാരണം തന്നെ നമ്മൾ ആ ഒരു ചൂടോടുക്കനെ തന്നെ നമ്മളിത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടോടു കൂടി തന്നെ ഞാനിത് ഫിൽറ്റർ ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓയിൽ മുഴുവനായിട്ടും ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചണ്ടി, അതായത് ഇതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കളയണ്ട. കുറച്ച് നേരം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ചാൽ മതി. കാരണം അതിലൊരുപാട് എണ്ണ ഉണ്ടാവും. അത് പതിയെ നമുക്കൊരു പാത്രത്തിലേക്ക് വരും കേട്ടോ. അത് കാരണം തന്നെ അത് കളയണ്ട. നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തിരിക്കുന്ന എണ്ണ പിന്നെ നമ്മൾ ചൂടാറാനായിട്ട് വെക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഈ ഒരു കുപ്പിയിലാക്കിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഓയിൽ പ്ലാസ്റ്റിക് ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലുള്ളൊരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കി വെക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 1 ലിറ്ററോളം, ഒരു ലിറ്റർ അല്ല കൂടുതൽ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാൻ വർഷങ്ങളോളം ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ ഹെയർ കെയറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഹെയർ ഓയിൽ ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടായാൽ മാത്രം പോരാ, എണ്ണ തേച്ചാൽ മാത്രം പോരാ. എണ്ണ തേക്കുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മുടി വളരാനായിട്ടും മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ്
വീഡിയോസിൽ കാണിച്ചതാണ്. എങ്കിൽ കൂടി പുതുതായിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുടിയിലെ ജട കളയുക എന്നുള്ളത്. അപ്പം നമ്മൾ ജട കളയാനായിട്ട് ആദ്യമേ തന്നെ ഡയറക്റ്റായിട്ട് ചീപ്പി യൂസ് ചെയ്ത് നമ്മൾ ജട കളയുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മുടിയിലെ ജട കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് ചീപ്പി യൂസ് ചെയ്ത് മുടിയിലെ ജട കളയുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ ജട കളഞ്ഞു നോക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്ത് നമ്മൾ മുടിയിലെ ജട കളഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ കാണിച്ചതുപോലെ പല്ല് അകലെയുള്ള ഒരു ചീപ്പി എടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ജടയും കൂടി നമുക്ക് കളയാം. അപ്പോൾ മുടിയിലെ ജട കളയുമ്പോൾ ചീപ്പി യൂസ് ചെയ്ത് ചീവുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ താഴ്വശം ആദ്യമേ തന്നെ നല്ലതുപോലെ ജട കളയുക. അതിനുശേഷം മുകളിൽ നിന്ന് ചീവുമ്പോൾ നമുക്ക് നന്നായിട്ട് ജട പെട്ടെന്ന് കളയാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ആദ്യമേ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ചീവുമ്പോൾ മുടിയിൽ ജടയുള്ളത് കാരണം തന്നെ പാതിക്ക് വെച്ച് സ്ട്രക്കായിട്ട് നിൽക്കും. പിന്നെ ബാക്കിയുള്ള മുടി അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ആദ്യമേ തന്നെ താഴെയുള്ള ഭാഗങ്ങളിൽ മുടി ചീവി കഴിഞ്ഞ് അതായത് ജട കളയുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ പാതിക്ക് വെച്ച് ആ പൊട്ടിപ്പോവില്ല. സിമ്പിളായിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് നമ്മുടെ ചീപ്പി ഊരിപ്പോരും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ജട കളയാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല മാറ്റം തന്നെ അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ മിക്ക ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി പൊട്ടിപ്പോവും, ഡാമേജ് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിക്ക് മുടിയിലെ ജട മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് നിർബന്ധമായിട്ടും നമ്മൾ ഡീപ്പ് ഓയിലിംഗ് നമ്മുടെ മുടിക്ക് കൊടുത്തിരിക്കണം. ഞാൻ വീക്ക്ലി ഒരു 2 times ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഡീപ്പായിട്ടുള്ള ഓയിലിംഗ് എൻ്റെ മുടിക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒന്നാണ് വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ മുടിക്ക് ഡീപ്പ് ഓയിലിംഗ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡീപ്പ് ഓയിലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ കുറേ എണ്ണ വാരി തേക്കുക എന്നല്ല, നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇറങ്ങുന്ന രീതിക്ക് നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി കാച്ചിയ എണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ബോയിലിങ്ങോ അതേപോലെ തന്നെ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ചെറുതായിട്ട് ഒരു ഇളം ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു കോട്ടൺ ബോൾ എടുക്കുക, അതിനുശേഷം നമ്മുടെ എണ്ണയിലോട്ട് ഡിപ്പ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഈ ഒരു ഓയിൽ ഇറങ്ങാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ബോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയാണെങ്കിലും മതി. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഈ ഒരു ഓയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ ചെറു ചൂടാക്കിയത് കാരണം തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ എണ്ണ തട്ടുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പോഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓപ്പൺ ആവാനും അതുവഴി നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മുടിവേരുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിവേരുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ ആവാൻ നിൽക്കുന്ന മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് എന്തായത് നമ്മുടെ മുടിക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാനൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന് അതിന് സഹായിക്കും. അപ്പോൾ അത് കാരണം തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്കും നമ്മുടെ മുടിവേരിലും അതേപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പെനിട്രേറ്റ് ആവാനായിട്ട് ഒരുപാട് സഹായിക്കും. അത് കാരണം തന്നെ നല്ല രീതിക്ക് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് നമ്മുടെ കയ്യിൽ മുഴുവനായിട്ടും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലും കൂടെ ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം മുടി നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാനും മുടിയിൽ സ്പ്ലിറ്റൻസ് ഇല്ലാതിരിക്കാനും അതേപോലെ തന്നെ മുടിയിൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന മുടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമ്മൾ മുടിയിലും മുടിയുടെ എൻഡിലും ഒക്കെ നല്ല രീതിക്ക് ഈ ഒരു ഹെയർ ഓയിലിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്
നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഡീപ്പ് ഓയിലിംഗ് നമ്മുടെ മുടിക്ക് കൊടുക്കണം. നിങ്ങളിപ്പോൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തിരിക്കണം. ഇനി നമ്മൾ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് മുടി മുൻഭാഗത്ത് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡും കൂടെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ മുടി ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ്റെ ലെവൽ 4 മടങ്ങായിട്ട് ഇരട്ടിക്കും. അതുവഴി നമുക്ക് 4 മടങ്ങ് ഹെയർ ഗ്രോത്ത് കിട്ടുന്നതാണ് പറയുക. കാരണം നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ മുടി വളരുന്നത്, അതായത് നമ്മുടെ മുടിക്ക് വേണ്ട ന്യൂട്രിയൻസ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് നമ്മുടെ ബ്ലഡ് വഴിയാണ്. അപ്പോൾ ബ്ലഡ് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോർമലി മസാജ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ലെവൽ കൂടാനും നമുക്ക് അതുവഴി നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 4 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ നിന്ന് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുടികളിലേക്കും നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ 1 മണിക്കൂർ നേരം നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. ഇനിയിപ്പോൾ രാവിലെ വെക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഈ ഒരു ഹെയർ കെയർ ചെയ്താൽ മതി, ഒരു ഡീപ്പ് ഓയിലിംഗ് ചെയ്താൽ മതി. ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളിലും, അതായത് ഞാൻ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ രാവിലെ ചെയ്യാറില്ല. രാത്രിയെ നമ്മുടെ മുടിയിൽ ഇതേപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ആണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം 1 ഡേ ഫുള്ളായിട്ട് നമ്മുടെ മുടിയിൽ ഈ ഒരു ഓയിൽ ഉണ്ടാവും. അത് നമ്മുടെ മുടിയെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ രാവിലെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നിർബന്ധമായിട്ടും വെക്കുക. അതിനുശേഷം നമുക്കൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ 1-2 ഡ്രോപ്സ് എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഒന്ന് തൊട്ട് പുരട്ടി കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ ഡീപ്പ് ഓയിലിംഗ് വീക്ക്ലി വൺസ് ചെയ്യുക. അതേപോലെ തന്നെ നെറ്റി കയറുക, കഷണ്ടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ രാത്രിയും രാവിലെയും ആ ഭാഗങ്ങളിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ ഹെയർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഹെയർ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നിങ്ങളുടെ മുടിയിൽ കണ്ടറിയാനായിട്ട് സഹായിക്കുന്ന അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.